ഒന്നും പുറത്തു പോകാതെ കാട്ടില്ല. നമ്മളൊരു ബന്ധത്തിന്റെ പേരില്ല. ഇപ്പൊ അത് റിമൂവ് ചെയ്ത് എനിക്കറിയാത്ത പ്രശ്നം, ഞാൻ ഇതുവരെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു BJP കാരനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല. കാരണം എഴുതാറില്ല. കാരണം എനിക്ക് അതിന്റെ കണ്ടിട്ട് സഖാക്കളെയാണ് മെയിൻ പ്രശ്നം. നമ്മളെ സഖാക്കളെ ക്കെതിരെ മാറ്റി നിങ്ങൾക്കെതിരെ ഇടാനുള്ള പോസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ കണ്ടില്ലേ പല ആളും കണക്കാൻ പോസ്റ്റ് ഡെയിലി ഇടട്ടെ അതുമ്പോഴൂടെ. പക്ഷെ ഇന്ന് ഇടേണ്ട ഒരു ഘട്ടം വന്നതുകൊണ്ടാണ് ഇട്ടത്. പക്ഷെ 2 ദിവസം ഞാൻ ഡിലീറ്റ് ആക്കും. കാരണം അതിനെ ഒന്ന് ക്ലിക്ക് ആവില്ല. അത് 2 നാളോടും കൂടി മറുപടി കൊടുത്താൽ പിന്നെ എന്തായാലും ഇതുവരെ BJPക്കെതിരായാലും RSSനെതിരായാലും ഒരു പരാമർശവും വന്നിട്ടില്ല. കാരണം അത് വരൂല. അത് ഒക്കെ സഖാക്കളെ വഴി ഒടിഞ്ഞൊടിഞ്ഞ് സഖാക്കൾ കൂടി ഞാൻ പോയിക്കേ. ലീഗും സഖാക്കളും ഏറ്റെടുത്തിയേ. നിങ്ങളെ വിഷയമായിട്ട് യാതൊരു ബന്ധുവായാലും വരുന്നില്ല. അല്ല അതെന്താ സംഭവം എന്ന് പറഞ്ഞാല് അവനോട് പറഞ്ഞാൽ മതി. അതിൽ CPM BJP ഇട്ടതെങ്കിലും കൂടി കമന്റ് തീർത്ത് എല്ലാ ആളുകളും വന്നിട്ട് CPM-നെതിരായിട്ടാ പറയുന്നത്. CPM പറ്റി എന്നാ പറയുന്നത്? ഒരാളെ പറ്റി എന്ത് പറയുന്നില്ല. ഒരു BJP-ന്റെ നേതാക്കളെ പറ്റിയോ അല്ലെങ്കിൽ BJP സർക്കാരിനെ പറ്റിയാലും ഒന്നും പറയുന്നില്ല. പറഞ്ഞതൊക്കെ സഖാക്കൾ നമ്മളൊരു മക്കളായിട്ടായി പോകുന്നത്. ഇതുവരെ ചെയ്ത കമന്റ് വേറെ BJP യാതൊരു ഒന്നുമില്ല. പിൻവലിച്ചാൽ ഇപ്പൊ നല്ല സ്ട്രോങ് ഇത് നടക്കുക. അപ്പൊ ഞാനത് പിൻവലിച്ചാല് ആകെ ഓളാവും. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഞാനത് പിൻവലിച്ചില്ല. ഞാൻ നാളെ രാവിലെ അല്ലാട്ടൊന്ന് ഫോണൊന്ന് ക്ലിയർ അടിക്കാൻ പറഞ്ഞ് ഞാനതങ്ങ് എല്ലാം അങ്ങ് റിമൂവ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ അതൊന്ന് ശരിയാക്കും. പിൻവലിച്ചാൽ ഇപ്പൊ നല്ല സ്ട്രോങ് ഇത് നടക്കുക. അപ്പൊ ഞാനത് പിൻവലിച്ചാല് ആകെ അതിൽ നിങ്ങൾക്ക് ഒരു വിധേന ഒരു ചർച്ചയിൽ വരുന്നു. ഒക്കെ സഖാക്കൾ ചർച്ച പോലും നിങ്ങൾക്ക് വന്നില്ല. ഏതെങ്കിലും ഒരു ചർച്ച നിങ്ങൾ പറയട്ടെ. ഏതെങ്കിലും ഒരു ഇത് ചെയ്തത് ശരിയാണോ അല്ലെ ചെയ്തത് തെറ്റാണോ എന്ന് പറഞ്ഞ ഒരു ചർച്ചയും വന്നില്ല. ചർച്ച വന്ന് തീർത്ത് സഖാക്കൾക്കെതിരെയാണ്. ഇപ്പൊ സഖാക്കളെ പോസ്റ്റ് ഓരോരുത്തർ കൊണ്ടിട്ടിരുന്നത്. ഇപ്പൊ മുള്ളൂർക്കര മുസ്ലിം ലീഗിന്റെ വേദി അല്ല CPM-ന്റെ വേദി പങ്കെടുക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ വേറൊന്നും നിങ്ങളെ പറ്റുന്ന ഒരു ചർച്ചയും വരില്ല. അത് വരാതിരിക്കാൻ വരെ വരൂലാണ്. കാരണം ഞാനും അതിൻ്റെ അകത്തുള്ള ശത്രുക്കളൊക്കെ CPM-മാരെല്ലാം തീർത്തു. ഈ BJP-ന്റെ ആളുകൾ റിക്വസ്റ്റ് കുറച്ച് എന്റെ നാട്ടുകാരുള്ളൂ. ക്ഷേനോടുള്ള കുറച്ച് ആൾക്കാർ താല്പര്യമുള്ള ഒന്നും ഞാൻ ഓലിടുന്ന പോസ്റ്റൊക്കെ ലൈക്ക് അടിക്കാനല്ലാണ്ട് ഞാനിതുവരെ കമന്റ് ഒന്നും ചെയ്യാൻ പോക്കില്ല. നിങ്ങൾ ഇടുന്ന കമന്റില് മറ്റേ പോസ്റ്റ് ഇടുന്നപ്പോ തന്നെ ഞാൻ ഡിലീറ്റ് ആക്കും. അതിന്റെ പോസ്റ്റ് ഞാൻ പറയും ഇങ്ങനത്തെ ഇത് പറ്റൂല പറഞ്ഞ ഞാൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും. ഇപ്പോ അത് ഡിലീറ്റ് ചെയ്തു. കാരണം ബഷീർ കൊല്ലൂർ എന്ന് പറയുന്ന ചങ്ങായി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക. ഞാനിപ്പോ അതങ്ങാൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്താല് അപ്പൊ തന്നെ എന്താക്കുന്ന അതോയം പോസ്റ്റ് ഉള്ളത് ഇസ്മായിൽ RSSന്റെ ഭീഷണി ഭയന്ന് പോസ്റ്റ് ബുക്കിന്നും പറഞ്ഞ് അപ്പൊ തന്നെ ഇടുവാൻ നമുക്കപ്പൊ റെഡിക്ക് അറിയാം. അപ്പൊ അതായ കൊള്ളാം. നമ്മളെന്താണുള്ള ബന്ധമായ കൊള്ളാം. ഏതായാലും മാഞ്ഞുപോട്ടെ. ഞാൻ ദിവസം 2-3 പോസ്റ്റ് ഇടുന്നതുകൊണ്ട് അതങ്ങനെ മാഞ്ഞു പോകും. അതുപോലെ മനസ്സിലേ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ എത്രയോ കൊല്ലം മുമ്പ് പോസ്റ്റ് അവരെത്തുണ്ടാവുന്ന എപ്പോഴും ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ഞാനിപ്പോ ആ പോസ്റ്റ് പിൻവലിച്ചാല് പിന്നെ ഈ സഖാക്കൾ എന്ത് ചെയ്യും? ആ പോസ്റ്റ് നോക്കി പിടിച്ചു വരും. അപ്പൊ അത് പ്രശ്നമാവും. എന്താ വെച്ചാല് ഞാൻ ഡിലീറ്റ് ആക്കി RSSന്റെ ഭീഷണി കൊണ്ടെന്ന് പറയും. അപ്പൊ എന്നെ അവിടെ നിന്നോട്ടെ. അതിനിപ്പോ ആരെയും കമന്റ് ചെയ്യാനും പോകില്ല. അപ്പൊ ഞാൻ ദിവസം 2-3 പോസ്റ്റ് ഫേസ്ബുക്ക് ഇടുന്നുണ്ട്. അതാ വിഷയം വരികയില്ല. അതങ്ങ് മാറിപ്പോകും. അവൻ പിന്നെ വന്നിട്ടില്ല. അവൻ പിന്നെ വേറൊരു ഇതിൽ വന്നിട്ട് വേറെ ചങ്ങാൻ്റെ ഞാൻ തമ്മാവിൽ വർത്താൻ പറഞ്ഞതിന് നല്ല രീതിയിൽ കേട്ടോ. ഒരു കുഴപ്പമൊന്നുമില്ലാത്ത ചോദിക്കുന്നതിന് മറുപടിയാണ് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് മറ്റേ ഇങ്ങനെ പണ്ടത്തെ ക്ലിപ്പൊന്നും ഇടുന്നില്ല. ഇന്ന് വന്നതെന്ന് പറഞ്ഞാല് കുഞ്ഞാൻകുട്ടി ഇതുണ്ടല്ലോ പാസ്പോർട്ട് ഓഫീസിന്റെ അത് തിരിച്ചു കൊണ്ടുവന്നിട്ടല്ലേ. അപ്പൊ ഞാൻ സഖാക്കളെ വല്ലാണ്ട് ട്രോൾ ചെയ്യണം. സഖാക്കളെ നിങ്ങൾ കണ്ടോ മനസ്സിൽ അതിന് ട്രോളി വന്നിട്ടുണ്ട്. വേറെന്തോ കൊണ്ട് പിന്നെ കാര്യം വിളിക്കാൻ ഞാൻ ആ പോസ്റ്റ് പിൻവലിക്കും. എന്താ പറയുക ഓലൊക്കെ CM-ൽ വന്നിട്ട് പറഞ്ഞ പിൻവലിക്കണം. കാരണം സംഭവം സത്യമാണെങ്കിൽ കൂടി ഒരു കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഒന്ന് കമന്റ് ചെയ്യണ്ട. പിന്നെ അതിപ്പോ അങ്ങനെ പോസ്റ്റാൽ നിർവാഹമുള്ളൂ. കാരണം എന്താ വെച്ചാല്
പിന്നെ അതിപ്പോ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ CPM-നെതിരെ മാത്രമാണ് ഞാൻ കളിക്കുന്നത് പറഞ്ഞാണ് പ്രശ്നം വരിക. ഇപ്പൊ ബഷീർ വന്നതിന്റെ അകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതുവരെ RSSനെതിരെ ഒരു പോസ്റ്റ് ഞാൻ എന്റെ പോസ്റ്റിൽ ഇട്ടിട്ടില്ല. പിന്നെ ഫേസ്ബുക്ക് തുടങ്ങിയ കാലത്ത് അന്ന് തൊട്ടിട്ട്. എന്നാ ഇടാണ്ടായ കാരണം പല സ്ഥലത്തുനിന്ന് എന്താ ഇസ്മായിലെ ഇനി പോസ്റ്റാത്തെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. ഞാനെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ഇറക്കട്ടെ ഞാത്തില്ല. പക്ഷെ അത് പോസ്റ്റാതിരിക്കാൻ പറ്റൂല. ഞാൻ എന്തും ISS RS പറയാണ്ടായ കാരണം അതാ. നിങ്ങൾ വന്ന് ഇടപെടണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ആ ഭാഗത്തേക്ക് വരണ്ട. ഇപ്പൊ പോസ്റ്റാതിരിക്കാൻ പറ്റൂലതാ. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പൊ നടക്കുന്ന എല്ലാവർക്കും. എന്നറിയോ, മൊത്തത്തില് പിന്നെ ചിത്രീകരിക്കുന്നത് RSSനെയാണ്. തിരിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ആളുകൾ പിന്നെ RSS അല്ല, പിന്നെ അദ്ദേഹത്തിന് തക്ക ശിക്ഷ നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, പ്രതിരോധിച്ചിട്ട് എന്ത് വരണം. അല്ലാതെ എന്താ പറഞ്ഞാല് നിങ്ങളും മിണ്ടാതിരുന്നാല് അതിൽ പ്രശ്നം വരും. നിങ്ങളെപ്പോലെ ആളുകൾ പ്രതിരോധിച്ച് വരണം. എന്തായാലും വരാതിരുന്നാൽ പ്രശ്നമാണ്. നിങ്ങളെപ്പോലെ ആളുകൾ പറയുക കള്ളപ്രചാരണം അടിച്ചിറക്കരുത്, RSS യാതൊരു ബന്ധവുമില്ല, പിന്നെ അങ്ങനെ അതും പറഞ്ഞ വരണം. എന്നാലൊക്കെ ഇതുള്ളൂ. അല്ലാണ്ട് എന്താ പറഞ്ഞാല് പിന്നെ നമ്മൾ ഇട്ടത് മാത്രം ശരിയെന്നായി പോകും. കാരണം ഇപ്പം മൊത്തത്തിൽ CPM-ന്റെ ചാനൽ, കൈരളി ചാനലൊക്കെ കാണിക്കുന്നത് RSSകാരൻ തന്നെയാണ്. നിങ്ങൾ കൈരളി എടുത്തൊക്കെ RSSന്റെ അതേ അജണ്ട നടപ്പാക്കാന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങളാരും ഒരാൾ പോലും ഒരു കമന്റ് പോലും അതിന്റെ അകത്ത് ഇട്ടിട്ടില്ല, ഒരു ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ടില്ല ഒരു കമന്റും, അല്ല ഒരു പോസ്റ്റും. RSSനൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന് RSSന് ഒരിക്കൽ പോലും കുറ്റം പറയരുത്. ഒരാൾ പോലും ഇട്ടിട്ടില്ല. അതിന്റെ നിങ്ങളാരും ഇടാത്ത ഒന്നില്ല. എന്നാലല്ല അതിനൊരു ഇതുള്ളൂ. ആകെ ടെൻഷനാണോ? ഞാൻ ഇന്നലെ ആ പോസ്റ്റ് വിവാദമായി. പോലീസുകാരൊക്കെ വന്നു വീട്ടില്. ഈ സഖാക്കളെ ആകെ കോളാക്കി. ഞാൻ ആകെ 2 മിനിറ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. 7 മിനിറ്റ് മുമ്പ് അതാരോ സ്ക്രീൻഷോട്ട് എടുത്ത് അതെല്ലാം ദിക്കിലേക്ക് വിട്ട് ആകെ പ്രശ്നമായി. പോലീസുകാർ വന്ന് രാത്രി വീട്ടില്. പോലീസ് വന്ന് പറഞ്ഞേ പോലീസല്ല, പോലീസിന്റെ പണിയാണോ ഓന്. പക്ഷെ നന്നായിട്ട് സ്പോർട്സ് പോലീസല്ല, പോലീസ് അവന്റെ ഒരു മധ്യസ്ഥ നിരക്ക് വന്നതാ. പിന്നെ അറിയുന്നോണ്ട് എന്നോട് പറഞ്ഞത് മാപ്പ് എഴുതി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടാൽ മതി എന്നല്ല. അപ്പൊ ഞാനിപ്പോ അത് എഴുതി വിട്ടിട്ടുണ്ട്. ജോലിക്കുന്നു ആ കുടുംബത്തിന് പറഞ്ഞ തെറ്റാധാരണ സംഭവം എന്ന് വെച്ചാൽ ഇവന്റെ പിന്നെ പിടിച്ചു എന്നാണ് സംഭവം. പോലീസുകാരെ നാട്ടുകാർ കൈകാര്യം പിടിച്ചാണ്. 2 വീട്ടുകാരും പിന്നെ എതിർപ്പ് ഭയങ്കര പ്രശ്നമാണ്. ടെമ്പറൊക്കെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇട്ടതിന്റെ ദിവസമാണ് പുറം ലോകം അറിയുന്നതുള്ളൂ. അതേയുള്ളൂ. അതിൽ വലിയ ടെൻഷൻ വന്നില്ല, പ്രശ്നം വന്നു. പിന്നെ അത് രഹസ്യമായിട്ട് അവിടെ അന്വേഷിക്കാൻ പറഞ്ഞാൽ മതി. ഇങ്ങനെ അത് വിഷയമുണ്ട്, പിന്നെ നമ്മുടെ പിന്നെ എവിടെയാ ആ നാട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ചെമ്പേല, നിങ്ങളൊന്ന് അന്വേഷിച്ച് വെക്കുന്നു പറഞ്ഞാൽ മതി അവരോട്. അവരെ കുത്തിപ്പൊക്കെങ്കിലും കുത്തിപ്പൊക്കിക്കോട്ടെ, അവർക്ക് കിട്ടിയ വിഷയമല്ല. ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമാവതാ.